ചോദ്യം നമ്പർ 93 ശ്രീ പി ചിത്തരഞ്ജൻ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. യെസ്, 93. 2024 ഡിസംബർ 16 കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ ഭേദഗതി പ്രകാരം പ്രധാനമായ മാറ്റം വരുത്തിയത് 5ാം ക്ലാസ് 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാ രീതിയിലും ക്ലാസ് കയറ്റം സംബന്ധിച്ചുമാണ്. സർ, നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ നിയമം 2024 റൈറ്റ് ഓഫ് ചിൽഡ്രൻസ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അമെൻഡ്മെന്റ് റൂൾസ് 2024 എന്ന പേരിലുള്ള ഈ ഭേദഗതി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഈ നിയമം നിലവിൽ വന്നതിലൂടെ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ ചുവടെ ചേർക്കുന്നു. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വാർഷിക പരീക്ഷ നിർബന്ധം. പ്രമോഷൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വീണ്ടും പരാജയം സംഭവിച്ചാൽ വീണ്ടും അതേ ക്ലാസ്സിൽ കുട്ടി പഠിക്കണം. കേരളം ഇതുവരെ കൈക്കൊണ്ട പൊതു നിലപാടിനോട് യോജിച്ചു പോകുന്നതല്ല ഈ വിജ്ഞാപനം. സർ, മുഴുവൻ കുട്ടികളും അതാത് ക്ലാസ്സിൽ തന്നെ നേടി എന്ന് ഉറപ്പാക്കി അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നാണ് നമ്മുടെ നിലപാട്. സർ, കുട്ടികളെ അരിച്ചുകളയുക എന്ന നിലപാട് നമുക്കില്ല. എല്ലാ കുട്ടികളെയും നേടേണ്ട ശേഷി നേടാൻ വേണ്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അടുത്ത ക്ലാസ്സിലേക്ക് എത്താനും സഹായകരമായ നിലയിൽ പരീക്ഷ അടക്കമുള്ള വിലയിരുത്തൽ രീതികൾ സർക്കാർ കൈക്കൊള്ളുന്നതാണ്. സർ, വിദ്യാഭ്യാസ കാര്യത്തിൽ ഏകപക്ഷീയമായ ദേശീയ ഗവൺമെന്റ് എടുത്തിട്ടുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിനോട് കേരളം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിലയിരുത്തൽ പോലുള്ള കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. സർ, ബി മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ മതി. മതി സർ. യെസ്, താങ്ക് യു. ശ്രീ പി ചിത്തരഞ്ജൻ. സർ, ഈ കുംഭമേളകളുടെ ഒരു കാലമാണല്ലോ ഇത്. ഈ കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടി ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെയും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെയും വന്നു. മൊണാലിസ എന്ന് പറയുന്ന ആ സുന്ദരിയായ പെൺകുട്ടി മാല വിൽക്കാൻ വന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയോട് ചോദ്യത്തിലേക്ക് അവിടെ വന്ന ഞാൻ പറയാൻ പോകണം സാർ. അവിടെ വന്ന ആൾക്കാർ ചോദിച്ചു നീ ഏത് സ്കൂളിലാ കുട്ടി പഠിക്കുന്നു എന്ന്. ഞാൻ അവിടാണ് സാർ ഉദ്ദേശിച്ചത്. അപ്പോൾ കുഞ്ഞ് അമ്പരന്ന് പോയി. അവൾ പറഞ്ഞു ഞാൻ ഒരു സ്കൂളിലും പോയിട്ടില്ല. സർ, ഇതാണ് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളുടെയും അവസ്ഥ. അവിടെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വലിയ അഭിമാനം തോന്നുന്നത്. നമുക്ക് പൊതുവിദ്യാലയ മേഖലയിലെല്ലാം എടുക്കാൻ കഴിഞ്ഞ സംരക്ഷണത്തെ സംബന്ധിച്ച് നമുക്ക് അഭിമാനം തോന്നുന്നു. സാർ, എൻ്റെ ചോദ്യം 2009 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 2024 ഡിസംബറിൽ യൂണിയൻ സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് സമീപിക്കുന്നത്? സർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. 2009 ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പൊതുസത്തയുമായി യോജിച്ചു പോകുന്നതാണ് ഈ ഭേദഗതി. ഈ ഭേദഗതി പ്രകാരം 3, 5, 8 ക്ലാസുകളുടെ അവസാനം പൊതുപരീക്ഷ നടത്തി ക്ലാസ് കയറ്റ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുട്ടികൾക്ക് 2 മാസത്തെ അവസരം നൽകി വീണ്ടും പരീക്ഷ നടത്തുകയും അതിലും വിജയിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പഠിച്ച ക്ലാസ്സിൽ തന്നെ തുടരാൻ നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് ഈ വിജ്ഞാപനം. സാർ, എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളുകയും ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ട് ആവശ്യമായ സന്ദർഭത്തിൽ പഠന പിന്തുണ നൽകി അടുത്ത തലത്തിലേക്ക് ഉയർത്തിയെടുക്കുക എന്നതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. കുട്ടികളെ അരിച്ചു കളയുക എന്നത് കേരളത്തിന്റെ നിലപാട് അല്ല. ഒരു കുട്ടിയെ പോലും പരാജയപ്പെടുത്താൻ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. സാർ, ദേശീയതലത്തിൽ 1ാം ക്ലാസ്സിലെത്തുന്ന കുട്ടികളിൽ പഠന തുടർച്ച ഉറപ്പാക്കി എത്ര ശതമാനം കുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്നുണ്ട്? കർണാടക, തെലങ്കാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പഠന തുടർച്ചാ നിരക്ക് കേരളവുമായി താരതമ്യം ചെയ്തിട്ടുണ്ടോ? സർ, ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 63.8% പേരാണ് 10ാം ക്ലാസ്സിൽ എത്തുന്നത്. 36.64% കുട്ടികൾക്ക് പഠന തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്നില്ല. സർ, ഇങ്ങനെ പഠന തുടർച്ച ഉറപ്പാക്കാത്ത കുട്ടികളുടെ എണ്ണം
8 കോടിയിലധികം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ 100 കുട്ടികൾ 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ 98.6% കുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തുകയാണ്. എന്നാൽ കർണാടകത്തിൽ 88.3%, തെലങ്കാനയിൽ 78.4%, ഗുജറാത്തിൽ 72.3%, ഉത്തർപ്രദേശിൽ 51.6%, ബീഹാറിൽ 56.7% കുട്ടികൾ മാത്രമേ 10ാം ക്ലാസ്സിൽ എത്തുന്നുള്ളൂ. കുട്ടികളുടെ പഠന തുടർച്ചയുടെ കാര്യത്തിൽ ഇനിയും വളരെയേറെ മുന്നോട്ട് പോകാൻ ഈ സംസ്ഥാനങ്ങൾക്ക് കഴിയണമെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ 2023-24 യുഡൈസ് ഡാറ്റ വ്യക്തമാക്കുന്നത്. ശ്രീ AC മൊയ്തീൻ. സർ, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരമുള്ളടക്കം മെച്ചപ്പെടണം എന്നുള്ളത് എല്ലാവരും കാണുന്നൊരു കാര്യമാണ്. ഗുണമേന്മ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വിശദമാക്കാം. മിനിസ്റ്റർ. അറിവിനും കഴിവിനും ക്ഷമതയ്ക്കും ഏറെ പ്രാധാന്യമുള്ള ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ലോകക്രമത്തിൽ ജീവിക്കുവാൻ അനുഗുണമായ അറിവും കഴിവും നൈപുണ്യവും നേടിയെടുക്കുക എന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മതനിരപേക്ഷത, ജനാധിപത്യം, തുല്യത അടക്കമുള്ള ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സമൂഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാനുള്ള കഴിവ് കുട്ടികൾ ആർജിക്കണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് സർക്കാരിന്റെ നിലപാട്. വളരെ വിപുലമായി ചർച്ചകൾ നടത്തി വികസിപ്പിച്ച കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 ഇക്കാര്യം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അറിവിന്റെ സ്വാംശീകരണത്തിനും ആർജിച്ച അറിവിനെ പ്രയോഗിക്കുവാനുള്ള ശേഷിയും കുട്ടികളിൽ വികസിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പഠന പ്രക്രിയയിലൂടെ കുട്ടികൾ നിർമ്മിച്ച അറിവ് വിനിമയം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കണം. മുൻകാലത്ത് അവലംബിച്ച പഠനരീതിയിൽ നിന്ന് നവീനമായ പഠനരീതികൾ മാറിക്കൊണ്ടേ ഇന്നത്തെ ലോകം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയും. ശ്രീമതി കാനത്തിൽ ജമീല ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ VK പ്രശാന്ത്. പുതിയ തലമുറയിലെ കുട്ടികൾ സാങ്കേതികപരമായിട്ട് വലിയ മുന്നേറ്റം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അച്ഛനമ്മമാർ പോലും പറയുന്നത് തങ്ങളുടെ മക്കൾ തങ്ങളെക്കാൾ കമ്പ്യൂട്ടറും മറ്റ് സങ്കേതങ്ങളൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ അങ്ങ് ഇവിടെ സൂചിപ്പിക്കാം. മിനിസ്റ്റർ. എല്ലാ കുട്ടികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമുക്ക് വേണ്ടത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസത്തിനനുസരിച്ച് പഠന രീതിയിലും പഠന പ്രക്രിയയിലും നടത്തിപ്പിലും പരിവർത്തനങ്ങൾ വേണ്ടിവരും. ഇതിനായി അധ്യാപകരെ സജ്ജമാക്കുന്നതിന് വേണ്ടി നിരന്തരമായ അധ്യാപക പ്രൊഫഷണൽ വികാസ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മേഖലയിൽ 10 ദിവസ റെസിഡൻഷ്യൽ പരിശീലനം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത്തരം പരിശീലനങ്ങൾ ഘട്ടം ഘട്ടമായി മുഴുവൻ അധ്യാപകർക്കും നൽകണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ ഈ രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം അതെങ്ങനെയാകണമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ അധ്യാപകർക്ക് കൊടുക്കുന്ന പോലെ തുടർ വിദ്യാഭ്യാസ പരിപാടികൾ രക്ഷകർത്താക്കൾക്കും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാമോ? അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിജ്ഞാപനം വന്നാലും അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ പൊതുവെ വരാറില്ല. ഗ്രാമീണ മേഖലയിൽ നിരക്ഷരായിട്ടുള്ള നിരവധി രക്ഷിതാക്കൾ ഇന്ത്യയിലുണ്ട്. എന്നാൽ കേരളത്തിന്റെ പൊതു അവസ്ഥ അതല്ല. കേരളത്തിലെ ഏതാണ്ട് എല്ലാ രക്ഷിതാക്കളും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുന്നവരാണ്. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് തന്നെ ഗുണമേന്മ വിദ്യാഭ്യാസത്തിലും രക്ഷിതാക്കൾക്ക് നിർണായകമായ പങ്ക് വഹിക്കുവാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികൾക്ക് പഠിക്കുവാനും വളരുവാനുമുള്ള ഒരു അന്തരീക്ഷം വീടുകളിൽ ഒരുക്കുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും പഠനകാര്യങ്ങളിൽ കുട്ടികളെ അമിതമായി സമ്മർദ്ദത്തിന് വിധേയമാക്കുന്നുണ്ട്. ഇത്തരം അമിത സമ്മർദ്ദങ്ങൾ കുട്ടികളെ മാനസികമായി പിരിമുറുക്കത്തിലേക്കും മറ്റും നയിച്ചേക്കും. അതുപോലെ കുട്ടികളെ പരസ്പരം താരതമ്യം ചെയ്യുന്ന സ്ഥിതിയുമുണ്ട്. ഒരു കുട്ടിയെയും മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് വസ്തുത. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളുണ്ട്. കുട്ടികളുടെ സവിശേഷത മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി സൗഹാർദ്ദപരമായ ബന്ധം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സ്കൂൾ കാര്യങ്ങളിൽ ആവശ്യമായ സന്ദർഭങ്ങളിൽ പങ്കാളിയാകുവാനും രക്ഷിതാക്കൾ തയ്യാറാവണം. അതേസമയം സ്കൂളിന്റെ അക്കാദമി അന്തരീക്ഷത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകാതെയും നോക്കണം. സ്കൂളും വീടും തമ്മിലുള്ള പോസിറ്റീവായിട്ടുള്ള ബന്ധം കുട്ടികളുടെ പഠനത്തെ മെച്ചപ്പെടുത്താനേ സഹായിക്കുകയുള്ളൂ.
ഇത്തരമൊരു മനോഭാവം ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ്. സാർ, ഇത്തവണ എസ്സിആർടി തയ്യാറാക്കിയ രക്ഷകർത്ത വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ശ്രീ വിഷ്ണുനാഥ്. സ്കൂളുകളിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന പോക്സോ കേസുകൾ, അതിൽ സ്വാഭാവികമായ കേസുകൾ ഉണ്ടാകുന്നതായി ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉണ്ടെങ്കിൽ അക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകൾ 77ആണ്. അതായത് നടപടികൾ തുറന്നു വരുന്നത് 62 എണ്ണമാണ്. തീർപ്പാക്കിയ കേസുകളിൽ 15 എണ്ണം ഉണ്ട്. സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും സംരക്ഷിക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. സർ, അച്ചടക്ക നടപടി സ്വീകരിച്ച് വരുന്ന പോക്സോ കേസുകളിൽ 1 വർഷത്തിലേറെ ആയിട്ടും അച്ചടക്ക നടപടിയും തുടർ നടപടി എടുക്കാത്ത കേസുകളിൽ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി, മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതിയതായി അച്ചടക്ക നടപടി തുടങ്ങുന്നതിനും തുറന്നു വരുന്ന അച്ചടക്ക നടപടിയിൽ സ്വീകരിക്കുവാനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവായിട്ടുണ്ട്. സർ, പോക്സോ കേസുകളിൽ കുറ്റാരോപിതർക്കെതിരെയുള്ള അച്ചടക്ക നടപടികൾ കർശനമാക്കുന്നതിനും ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാരിൽ നിന്ന് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പീഡനത്തിനിരയായ കുട്ടികളുടെ വിശദാംശങ്ങൾ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ തരംതിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കി കുറ്റാരോപിതർക്കെതിരെ കർശന നടപടിയിൽ കൈക്കൊള്ളുന്നതാണ്. സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞവർക്കെതിരെയും നിയമം അനുശാസിക്കുന്ന ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. കുറ്റാരോപിതർ തെളിവിന്റെ അഭാവത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കുന്നവരുടെ കാര്യത്തിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ പുതുതായി അച്ചടക്ക നടപടിയിൽ ആരംഭിക്കേണ്ടതാണ്. കുറ്റപത്രം നൽകി മറുപടി നൽകാത്തവർക്ക് 2 ആഴ്ചയ്ക്ക് വിശദീകരണമോ മെമ്മോ കൊടുത്ത് KCS ആൻഡ് CCA സെക്ഷൻ 15 പ്രകാരം നടപടികൾ കൈക്കൊള്ളുന്നതാണ്. വിശദീകരണ മെമ്മോ നൽകിയവരുടെ കാര്യത്തിൽ KCS CCA സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്ന മേജർ ശിക്ഷാ നടപടി ഉടൻ കൈക്കൊള്ളുന്നതാണ്. സർ, ഇത്തരം ഈ ആൾക്കാർക്ക് എതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല.